വാർത്തയാണ്. ഇടുക്കി മറയൂരിൽ ഭീതി പടർത്തി കാട്ടുപോത്ത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുറിയിൽ കയറിയ കാട്ടുപോത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ഏറെ നേരമാണ് കുടുങ്ങിക്കിടന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഏറെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും കാർത്തു, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയാണ് ഈ മറയൂർ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കാട്ടുപോത്ത് കുടുങ്ങിക്കിടന്നത്. മുന്നിൽ കയറി കാട്ടുപോത്ത് പുറത്തിറങ്ങാൻ കഴിയാതെ ഏറെ നേരമാണ് ഈ സെക്രട്ടറിയുടെ മുറിയുടെ ഭാഗത്ത് കുടുങ്ങിക്കിടന്നത്. അത് തുടർന്ന് ഈ വനവകുപ്പും നാട്ടുകാരും നടത്തിയ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഈ കാട്ടുപോത്തിനെ പുറത്തിറക്കിയത്. ഏതായാലും ഇതിന് പിന്നാലെ തന്നെ ഈ പുറത്തിറക്കിയ കാട്ടുപോത്ത് സമീപത്തുള്ള ഹോട്ടലിനുള്ളിലും കയറി. ഏതായാലും പഞ്ചായത്തിനുള്ളിലെയും ഹോട്ടലിനുള്ളിലെയും എല്ലാം തന്നെ സാധന സാമഗ്രികളെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയ ആളുകൾക്ക് നേരെയും കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്ത് 2 പേർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. കുമ്മട്ടാങ്കുഴി ആദിവാസി ഉന്നതിയിലെ കാമാക്ഷി, സെൽവി എന്നിവരെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ഏതായാലും പഞ്ചായത്ത് ഓഫീസിലും ഹോട്ടലിലും കയറിയ അതേ കാട്ടുപോത്ത് തന്നെയാണ് ആക്രമിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിരവധി സാധന സാമഗ്രികൾ പഞ്ചായത്തിലെയും അതോടൊപ്പം തന്നെ ഹോട്ടലിലെയും നിരവധി സാധന സാമഗ്രികൾ നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കാട്ടുപോത്ത് നിരവധി തവണ ഒരു ഉള്ള മേഖല തന്നെയാണ് ഈ മറയൂർ മേഖല. ഏതായാലും ഏറെ നേരമാണ് ഈ രാവിലെയോടെ ഈ കാട്ടുപോത്ത് ഈ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ടൗണിലും ഹോട്ടലിലും എല്ലാം തന്നെ പരിഭ്രാന്തി പരത്തിയത്. ഏതായാലും വനവകുപ്പ് സ്ഥലത്തെത്തി കാട്ടുപോത്തിനെ ഇപ്പോൾ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. കാർത്തു, ശരി, വ്യക്തമാണ്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.